2015 ഫ്ലൈയിങ്സ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഒരു അംബീഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വന്നു എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ വന്നത്. ഇവിടെ വന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റീസിൽ നിന്ന് കിട്ടിയ ഒരു നോളജ് വെച്ചിട്ടാണ് ഞാൻ മോൾഡ് ചെയ്ത് എനിക്ക് തന്നെ ഒരു സ്വയമായിട്ടൊരു ബോധം ഉണ്ടായത്. എനിക്കും പറ്റും, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സാധാരണക്കാരനും ഒരു ക്യാബിൻ ക്രൂ ആവാൻ പറ്റും എന്നൊരു തിരിച്ചറിവ് എനിക്ക് ഫ്ലൈവിങ്സിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ ഇവിടെ എടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ഏവിയേഷൻ മാനേജ്മെന്റ് ആയിരുന്നു. ഫ്ലൈവിങ്സിന്റെ ഫാക്കൽറ്റി അവർ തരുന്ന ഒരു ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങും കൊണ്ട് മാത്രമാണ് ശരിക്കും ഒരു പക്ഷേ ഞാനൊരു പാത്ത് തിരഞ്ഞെടുക്കുകയും ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന ഒരു എയർലൈനിലേക്ക് എനിക്ക് ജോലി കിട്ടുകയും ദൈവം സഹായിച്ച് ഇത്രയും രാജ്യങ്ങൾ കാണാൻ പറ്റുകയൊക്കെ സാധിച്ചത് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ അന്ന് ഫ്ലൈവിങ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ മാത്രമായിരിക്കാം. 2019 ഈ എയർലൈനിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ആദ്യം 320 എയർബസിലായിരുന്നു ട്രെയിൻഡ് ആയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോയിങ് 787 ട്രെയിൻഡ് ആയി. ഒരു ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് പല പല കൺട്രീസിൽ പോകാൻ പറ്റിയതും ആ സ്ഥലങ്ങൾ കാണാൻ പറ്റിയതും പല ആൾക്കാരെ കാണാൻ പറ്റിയതും ആ കൾച്ചറിൽ അറിയാൻ പറ്റിയതും ഒക്കെ. ഞാൻ ഒരു പക്ഷേ ഈ ജോലിയിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഇത്രയും രാജ്യങ്ങളിൽ പോകേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ എയർക്രാഫ്റ്റ് പോലും കയറേണ്ട ആവശ്യം വരില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ജോബ് കിട്ടിയോണ്ട് മാത്രമാണ് എനിക്ക് എയർക്രാഫ്റ്റ് കയറാൻ പറ്റിയത്, എയർക്രാഫ്റ്റിനെ പറ്റി അറിയാൻ പറ്റിയത്, പല രാജ്യങ്ങളിൽ പോകാൻ പറ്റിയത്, ആ സ്ഥലങ്ങൾ എക്സ്പോസ് ചെയ്യാൻ പറ്റിയത്. ചലഞ്ചിങ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, കോവിഡ് എന്ന് പറയുന്ന സമയത്ത്. ആ സമയത്തും ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നമ്മളാന്ന് പറയുന്നില്ല, എല്ലാവരും ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് 2 years ഫ്ലൈയിങ് ഇല്ലാതെ വീട്ടിലും പോകാൻ പറ്റാതെ നമ്മൾ ഒരു എയർലൈന് വേണ്ടി ഫുൾ നമ്മൾ അവൈലബിൾ ആയിരുന്നു. ആ സമയത്ത് മറ്റേ വന്ദേ ഭാരത് മിഷൻ പോലുള്ള പരിപാടികളൊക്കെ ഫ്ലൈറ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ ഒരു കോവിഡ് ടെസ്റ്റ് എടുക്കണം, പിന്നെ ഒരാഴ്ച ഫുൾ നമ്മൾ ക്വാറന്റൈൻ ഇരിക്കണം, പിന്നെ ഫ്ലൈയിങ്ങിന് പോകണം. ഫ്ലൈയിങ്ങിന് പോയി ഡയറക്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ നിന്ന് കോവിഡ് ടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു 5 days മാൻഡേറ്ററി ക്വാറന്റൈൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് 1 to 2 years അങ്ങനെയായിരുന്നു നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പാൻഡമിക് എന്നോ അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ കോവിഡ് തന്നെ ആയിരിക്കും. വർഷങ്ങൾക്ക് ശേഷം ഫ്ലൈവിങ്സിലേക്ക് തിരിച്ചു വരാൻ പറ്റിയതും സ്റ്റുഡൻസിനോട് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റിയതും അവരോട് എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയതും ഒക്കെ വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നു. ക്ലാസ് എടുത്ത സമയത്ത് അവരോട് ചോദിച്ചു, ഇപ്പോൾ ഒരു ക്യാബിൻ ക്രൂ ആവണമെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ വേണ്ടേ? ആൾക്കാർക്ക് ഒരു കോമൺലി ഉള്ളൊരു ഡൗട്ടാണ്, ലുക്കാണോ വേണ്ടേ അല്ലെങ്കിൽ എന്താ വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഒരു ഫസ്റ്റിൽ ഈ ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് ഈ ക്ലാസ്സിൽ ആരെങ്കിലും ഒരാൾ മുന്നിലേക്ക് വന്ന് സംസാരിക്കാൻ, ഇപ്പൊ എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല, മുന്നിലേക്ക് വന്ന് സംസാരിക്കാൻ പറയുന്ന സമയത്ത് കോൺഫിഡൻസോട് കൂടി ഒരാൾ എഴുന്നേറ്റ് വരും, അയാൾ വന്ന് സംസാരിക്കും. ആ കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും വേണ്ടത്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ക്യാബിൻ ക്രൂ എന്നല്ല എന്തും ആവാം. ഫ്ലൈവിങ്സിൽ പഠിക്കുന്ന എല്ലാ ഏവിയേഷൻ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ളത്, ഈ ക്യാബിൻ ക്രൂ ജോബ് എന്ന് പറഞ്ഞത് ഒരു വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോബാണ്. എല്ലാവരും ശ്രമിക്കുക, കോൺഫിഡൻസ് ആയിട്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.